ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തംബ്നെയിൽ കാണുന്ന പോലെ തന്നെ കറിവേപ്പിനെ പ്രൂൺ ചെയ്യാൻ പോവാണ്. അപ്പോൾ ശരിക്കും നമ്മൾ കറിവേപ്പിനെ പ്രൂൺ ചെയ്യുന്നത് ഒരു മാർച്ച് സ്പ്രിംഗ് ഒക്കെ തുടങ്ങി കഴിഞ്ഞിട്ടാണ്. പക്ഷേ ഈ പ്രാവശ്യം കറിവേപ്പിലയാണെങ്കിൽ നന്നായിട്ട് പൊഴിയുന്നുണ്ട്. കറിവേപ്പിൻ്റെ മാത്രമല്ല, മിക്ക ഇൻഡോർ പ്ലാന്റ്സും ഞാൻ നമ്മൾ വിൻ്റർ സമയത്ത് അകത്ത് കയറ്റി വെച്ചേക്കുന്ന മിക്ക പ്ലാന്റ്സും, അതായത് നമ്മുടെ മുരിങ്ങയുടെയും നാരകത്തിൻ്റെയും എല്ലാത്തിൻ്റെയും ഇല നന്നായിട്ട് പൊഴിയുന്നുണ്ട്. അപ്പോൾ കുറേ കറിവേപ്പ് പൊഴിഞ്ഞു പോയി. അപ്പോൾ ഞാൻ വിചാരിച്ചു പ്രൂൺ ചെയ്ത് ബാക്കിയുള്ളത് സേവ് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചിട്ട് അതൊന്ന് പ്രൂൺ ചെയ്യാൻ തീരുമാനിച്ചു. അപ്പോൾ ഞാനത് ഇങ്ങനെ പ്രൂൺ ചെയ്യണമെന്ന് കാണിച്ചു. അപ്പോൾ ഇതാണ് നമ്മുടെ കറിവേപ്പിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ. ഞാൻ മൊത്തം ട്രീ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ താഴെ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇഷ്ടംപോലെ കറിവേപ്പ് പൊഴിഞ്ഞു വീണിട്ടുണ്ട്. താഴെ എല്ലാം പൊഴിഞ്ഞു വീണ് കിടക്കുന്നുണ്ട് കറിവേപ്പ്. ഞാൻ കുറേയൊക്കെ പറക്കിയെടുത്തിരുന്നു, പിന്നെ ആ മണ്ണ് പിടിച്ചതൊന്നും എടുക്കാൻ പോയില്ല. അപ്പോൾ കുറേയൊക്കെ പൊഴിഞ്ഞു പോയി. പിന്നെ കുറച്ച് കാണാൻ പറ്റും, നമ്മുടെ കറിവേപ്പാണെങ്കിലേ സൺബേൺ അടിച്ചിട്ട് കരിഞ്ഞ വാരി കുറച്ച് അങ്ങനെയും പോയിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതിനെല്ലാം പ്രൂൺ ചെയ്തങ്ങ് നിർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കറിവേപ്പ് പിന്നെ നമുക്ക് ആ ഇലകൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുമല്ലോ. അങ്ങനെ വിചാരിച്ചേ. ഇതിപ്പോൾ മുരിങ്ങയാണെങ്കിലും മുരിങ്ങയുടെ ഇല എല്ലാം പോയിട്ട് ആ കമ്പ് മാത്രമേ ഉള്ളൂ. പിന്നെ നാരകത്തിൻ്റെ ഇല ഫുള്ള് അവിടെ പൊഴിഞ്ഞ് വീണിട്ടുണ്ട്. ആ നമ്മുടെ തിരുഹൃദയത്തിൻ്റെ ഒരു വെറൈറ്റിയാണ് അത് നിൽക്കുന്നത്. അതിന് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല. ഈ കറിവേപ്പിലേക്കും പ്രത്യേകിച്ച് കുഴപ്പമില്ല. നമ്മുടെ കോവലിൻ്റെ ആണെങ്കിലും ഇല പൊഴിഞ്ഞിട്ടില്ല, അവിടെ തന്നെ ഉണ്ട്. വലിയ കറിവേപ്പിൻ്റെയാണ് ഇല പൊഴിഞ്ഞു പോയേക്കുന്നത്. അപ്പോൾ ഞാനതൊന്ന് മൊത്തം പ്രൂൺ ചെയ്തിട്ട് പ്രൂൺ ചെയ്യുന്നത് എങ്ങനെയാണെന്നൊന്ന് കാണിച്ചിരിക്കുന്ന സിസറ്. ഇത് നമുക്ക് ഇവിടുത്തെ കാനഡിയൻ ഡയറിൽ പ്രൂണിങ്ങിന് വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന അത് നല്ല ഷാർപ്പാണത്. അപ്പോൾ നമ്മൾ പ്രൂൺ ചെയ്തെടുക്കാൻ പോവാണ് ഓരോ ബ്രാഞ്ചുകൾ. ഇപ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റും ഇലകൾ പൊഴിഞ്ഞു വീഴുന്നുണ്ട്. അപ്പോൾ ഞാനിത് പ്രൂൺ ചെയ്തിട്ടൊരു ചെയറിലോട്ട് എടുത്ത് വെക്കാണത്. ഞാൻ വെട്ടുമ്പോൾ തന്നെ എല്ലാം കൂടെ പൊഴിഞ്ഞു വീഴുന്നുണ്ട്. കുറേ കറിവേപ്പ് പോയി കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ഇനിയും വെച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ഫുള്ള് കറിവേപ്പ് പോയി കിട്ടും. സാധാരണ വിൻ്ററിൽ കറിവേപ്പ് കുറച്ച് പൊഴിയും, പക്ഷേ ഈ വിൻ്ററിൽ ഭയങ്കരമായിട്ട് പൊഴിയാണ്. കഴിഞ്ഞ വർഷം എനിക്ക് ഇത്രയും ഇലകളൊന്നും പൊഴിഞ്ഞു പോയിട്ടില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ പ്രൂണിങ് ചെയ്തത് മാർച്ചിലായിരുന്നു. പക്ഷേ ഈ പ്രാവശ്യം അത്യാവശ്യം നന്നായിട്ട് പോണ കാരണം മൊത്തത്തിൽ ഞാനൊന്ന് വെട്ടി നിർത്താമെന്ന് വിചാരിച്ചത്. അപ്പോൾ നമ്മൾ ഓരോ ബ്രാഞ്ചുകളായിട്ടാണ് ഇതിൻ്റെ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അത് വീണ്ടും അതിന് പുതിയ മുള വന്നു തുടങ്ങുമ്പോൾ എക്സ്ട്രാ ബ്രാഞ്ചായിട്ട് അത് ഫോം ചെയ്ത് വന്നോളൂ. അത് നമ്മൾ സമ്മറിൽ ഇത് പുറത്തേക്ക് ഇറക്കി വെക്കുന്നതിന് മുന്നേ പ്രൂൺ ചെയ്തിട്ടാണ് സാധാരണ ഇറക്കി വെക്കുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് അതിൻ്റെ ബ്രാഞ്ചസ് ഇങ്ങനെ പ്രൂൺ ചെയ്ത് കൊടുക്കുമ്പോഴാണ് നമുക്കിങ്ങനെ എക്സ്ട്രാ ബ്രാഞ്ചൊക്കെ ആയിട്ട് ഇത് ഫോം ചെയ്ത് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇപ്പം എല്ലാവരും ഓൾമോസ്റ്റ് എല്ലാവരും തന്നെ നമ്മൾ വെട്ടിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് മൊത്തം പ്രൂണിങ് കഴിഞ്ഞിട്ടുള്ള നമ്മുടെ കറിവേപ്പിൻ്റെ ഒരു അവസ്ഥ. ഇതാണ്. നമുക്ക് കാണുമ്പോൾ ഒരു പേടിയൊക്കെ ആവും, കാരണം ഒരു 2.5 വർഷമായിട്ട് ഇങ്ങനെ കൊണ്ടു നടന്ന് ചെയ്യുന്നതാണല്ലോ. അപ്പോൾ ഇങ്ങനെ കാണുന്ന ഒരവസ്ഥയെ കാണുമ്പോൾ നമ്മൾ ഇനി വളർന്നു വരുമോ അങ്ങനത്തെ ഒരു ടെൻഷനൊക്കെ ഉണ്ടാവും. പക്ഷേ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് കാണാൻ പറ്റും ഈ ബഡ്സിൻ്റെ ഉള്ളിൽ നിന്നും ഇവിടെ നിന്നെല്ലാം നമുക്ക് എക്സ്ട്രാ ബ്രാഞ്ചസ് ഫോം ചെയ്യും. അതുപോലെ തന്നെ ഇവിടെ നിന്നും
ഇങ്ങനത്തെ ഈ ഉണ്ട പോലെ നിൽക്കുന്ന ആ ഇതിൻ്റെ ഇടയിൽ നിന്നൊക്കെ എക്സ്ട്രാ ബ്രാഞ്ചസ് വരും. ഇത് അങ്ങനെ ഫോം ചെയ്തിട്ട് നമുക്ക് കുറച്ചും കൂടെ എക്സ്ട്രാ ബ്രാഞ്ചായിട്ട് കറിവേപ്പിലുണ്ടാവും. ഇതിപ്പോൾ ഞാൻ മുറിച്ചപ്പോൾ തന്നെ താഴെ പൊഴിഞ്ഞ് വീണേക്കുന്നതാണ് ഈ കാണുന്നത്. അപ്പോൾ നമുക്ക് ഇത്രയും കറിവേപ്പ് കിട്ടിയിട്ടുണ്ട്, കറിവേപ്പില. അപ്പോൾ ഇതെല്ലാം ഈ സെപ്പറേറ്റ് ചെയ്ത് നമുക്ക് ബാഗിലാക്കിയിട്ട് ഫ്രീസറിൽ കയറ്റി വെക്കണം. അങ്ങനെയാണ് നമ്മളിത് ഇവിടെ സൂക്ഷിച്ച്. ഇതാണ് നമ്മൾ കറിവേപ്പിൻ്റെ ഇലകളെല്ലാം സെപ്പറേറ്റ് ചെയ്ത് എടുത്തേക്കുന്നത്. ഇതിന് ഒരു സിപ്ലോക്ക് ബാഗിലാക്കിയിട്ട് നമുക്ക് പാക്ക് ചെയ്യണം. ഞാനിപ്പോൾ ഇത് കഴുകുന്നില്ല, ഞാൻ ഉപയോഗിക്കുന്നതിന് മുന്നേ കഴുകുന്നുള്ളൂ. കാരണം ഇപ്പോൾ ഇത് കഴുകി കഴിഞ്ഞാൽ ഇതെനിക്ക് നന്നായിട്ട് ഉണക്കിയെടുക്കേണ്ടി വരും. അല്ലെങ്കിൽ നനവിരിക്കുമ്പോൾ കറിവേപ്പില ഇങ്ങനെ കറുത്ത് വരും. അപ്പോൾ ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഇങ്ങനെ ആക്കി സിപ്ലോക്ക് ബാഗിലാക്കിയിട്ട് ഫ്രീസറിൽ കയറ്റി വെക്കും. എന്നിട്ട് ഉപയോഗിക്കുന്നതിന് മുന്നാണ് എടുത്തിട്ട് അത് കഴുകുന്നത്. അപ്പോൾ ഇതാണ് നമ്മൾ എല്ലാം കളക്ട് ചെയ്ത് വെച്ചേക്കുന്ന കറിവേപ്പിലകൾ. അപ്പോൾ ഞാൻ എന്താ ചെയ്യാന്ന് വെച്ചാൽ ഈ കറിവേപ്പിനെ ഇതേപോലെ സിപ്ലോക്ക് ബാഗ് എടുത്തിട്ട് മാക്സിമം കൊള്ളാവുന്നത്ര ആ സിപ്ലോക്ക് ബാഗിൻ്റെ അകത്ത് നിറയ്ക്കും. എന്നിട്ട് നിറച്ച് കഴിഞ്ഞിട്ട് എയർ ടൈറ്റായിട്ട് വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഇതിനകത്ത് കാണിക്കുന്നുണ്ട് അതെങ്ങനെ എയർ ടൈറ്റ് ആക്കണേ സിപ്ലോക്ക് ബാഗിൻ്റെ അകത്തുനിന്ന്. അപ്പോൾ നമ്മൾ നിറച്ച് കഴിഞ്ഞിട്ട് സിപ്ലോക്ക് ബാഗ് നമ്മളൊരു സൈഡിൽ നിന്ന് ലോക്ക് ചെയ്ത് വരാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ലോക്ക് ചെയ്ത് വരണ സമയത്ത് മറ്റേ അറ്റത്ത് ഒരു ചെറിയൊരു പോർഷൻ ലോക്ക് ചെയ്യാണ്ട് ഞാൻ ഇടും. അതിപ്പോൾ നിങ്ങൾക്ക് കാണാം, കുഞ്ഞാറ്റ പുറകെ നിന്ന് കസേരയിൽ നിന്ന് വീണിട്ടുണ്ട്. ആ കറങ്ങണ കസേരയാണത്. അതിൽ നിന്ന് ഇറങ്ങാൻ കുറേ പ്രാവശ്യം പറഞ്ഞിട്ട് കേൾക്കാണ്ട് കളിച്ചുകൊണ്ട് നിന്നാണ്. ഒരു ചെറിയ വീഴ്ച, പിന്നെ അത് തന്നെ കാണിക്കുന്നത്, അത് മൈൻഡ് ചെയ്യണ്ട. അപ്പോൾ ഒരു ചെറിയ പോർഷൻ നമ്മൾ ആ സൈഡിൽ അടയ്ക്കാതെ വിട്ടിട്ട് കൈ വെച്ച് നന്നായിട്ട് ആ ബാക്ക് വശം പ്രസ് ചെയ്യും. അപ്പോൾ അതിൻ്റെ അകത്തുള്ള എയർ ഫുള്ള് പോയി കഴിയുമ്പോൾ നല്ലോണം എയർ ടൈറ്റായിട്ട് ഇങ്ങനെ പരന്ന് കിട്ടും അത്. അപ്പോൾ അങ്ങനെ ചെയ്ത് വെക്കുന്നതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരുപാട് സാധനങ്ങൾ ഈ ഫ്രീസറിൽ സൂക്ഷിച്ച് വെക്കാനുണ്ടാവും. അപ്പോൾ ഇങ്ങനെയെല്ലാം ചെയ്ത് വെക്കുമ്പോൾ ഉള്ളൊരു ഗുണം, നമുക്ക് ഒരുപാട് സ്പേസ് സേവ് ചെയ്യാൻ പറ്റും. അങ്ങനെ പൊങ്ങി വീർത്ത് നിൽക്കുമ്പോൾ കുറച്ചും കൂടെ സ്പേസ് വേണ്ടി വരില്ല. അപ്പോൾ ഇങ്ങനെ അമങ്ങി മൊത്തം എയറും പോയി ഒരു തിന്നായിട്ടിരിക്കുമ്പോൾ നമുക്ക് ഒത്തിരി സ്പേസ് സേവ് ചെയ്യാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഞാൻ ബാക്കിയുള്ള കറിവേപ്പിലകളും ഇങ്ങനെ തന്നെ സിപ്ലോക്ക് ബാഗിലാക്കിയിട്ട് അടച്ച് വെക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഒരു 3 ബാഗാണ് ഇങ്ങനത്തെ കിട്ടിയത്. 3ാമത്തെ ബാഗ് ഫുള്ളായിട്ടില്ല കേട്ടോ. 2 ബാഗ് നന്നായിട്ട് നിറഞ്ഞു വന്നിട്ടുണ്ട്, 3ാമത്തെ ബാഗ് ഫുള്ളായിട്ടില്ല. അപ്പോൾ ഇനി വരുന്ന വീഡിയോകളിൽ ഞാൻ കാണിക്കാം ഈ കറിവേപ്പില ചെറിയ മുളയെല്ലാം പൊട്ടി വരുന്നത്. അപ്പോൾ നമ്മൾക്ക് ഇനിയിപ്പോൾ എനിക്കറിയില്ല. ഇപ്പോൾ വിൻ്ററിൽ ഞാൻ പറഞ്ഞില്ല, ഞാൻ ഈ ടൈം ചെയ്യാറില്ല, ആദ്യമായിട്ട് ഈ ടൈമിൽ ചെയ്തേക്കുന്നത്. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ അതിന് മുള ഉണ്ടായി വരുമോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഉറപ്പൊന്നുമില്ല. അപ്പോൾ ഞാനാണെങ്കിൽ അതെല്ലാം വന്ന് കഴിയുമ്പോൾ നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്ന വരെ ബൈ. എല്ലാവർക്കും ഗുഡ് നൈറ്റ്. നമുക്ക് വീണ്ടും ഒരു വീഡിയോയിൽ കാണാം.